ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് യൂണിഫോമിൻ്റെ കോട്ട് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. അളവ് തന്നിട്ടുണ്ട്. അളവിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്തിൽ ഞാൻ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല ഫ്രണ്ട് വശം തേര് വശമല്ല, അത് ആ ഒന്ന് മടക്കി 2.5 ഇഞ്ച് മടക്കിയിട്ട് നമ്മളൊന്ന് മടക്കി വയ്ക്കുക. ഫ്രണ്ട് വശം മാത്രം ആദ്യം നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് നെക്കിൻ്റെ അളവ് 2.25 എടുത്തിട്ടുണ്ട്. താഴത്തേക്ക് ലെങ്ത്ത് 3 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മളൊന്ന് വളച്ച് വരച്ചിട്ടുണ്ട്. പിന്നെ ഷോൾഡർ 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്ലോപ്പ് നമ്മൾ 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ആം ഹോളിൻ്റെ അവിടെ ഒരു 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ഇഞ്ച് കേട്ടോ. നമുക്ക് ഫ്രണ്ട് വശം കുഴിച്ച് വേണ്ടതുകൊണ്ട് 1 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എത്രയാണോ വേസ്റ്റ്, ചെസ്റ്റ്, അതിൻ്റെ ഹിപ്പ് വണ്ണം ഒക്കെ നമ്മൾ ആ തുണിയുമായി അളന്നിട്ട് നമ്മളതൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. വരച്ചു കൊടുത്തതിന് ശേഷം ആ താഴത്തെ ഹിപ്പ് വണ്ണമൊക്കെ കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്ത്, കാരണം മൊത്തം ലെങ്ത്തിൽ നിന്ന് 3 ഇഞ്ച് നമ്മൾ സൈഡ് ഓപ്പൺ കൊടുക്കേണ്ട. അപ്പോൾ അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ ടക്ക് ഇടാൻ 4 ഇഞ്ച് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുകളിൽ നിന്ന് 8 ഇഞ്ച് താഴേക്കാക്കിയിട്ട് 1/2 ഇഞ്ച് വ്യത്യാസത്തിന് നമ്മളവിടെ ടക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോക്കറ്റ് ആട്ടോ, ഡബിൾ പോക്കറ്റാണ്. 4.5 ഇഞ്ച് അളവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പ് കൂടി ആകുമ്പോൾ 5 ഇഞ്ചാവും. അപ്പോൾ നമ്മൾ ആ ലെങ്ത്തിൻ്റെ മുകളിൽ നിന്ന് 5 ഇഞ്ചോ 5.5 ഇഞ്ചോ ഒക്കെ എടുത്താൽ മതി. പിന്നെ ബാക്ക് വശം ആ പീസ് വെച്ചിട്ടുണ്ട്. അത് 1/2 ഇഞ്ച് ഉള്ളിലേക്കാക്കി വെക്കണം കേട്ടോ. ആ ഫ്രണ്ടിലെ പട്ടേൻ്റെ ആ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് ബാക്ക് പീസ് വയ്ക്കുക. പിന്നെ അതുപോലെ ഷോൾഡറിൽ നമ്മൾ ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ബാക്ക് വശം ആം ഹോളിൻ്റെ അവിടെ ഒന്ന് കയറ്റിയിട്ട് 1/2 ഇഞ്ച് കയറ്റി അടിക്കുക. എന്നിട്ട് പിന്നെ ബാക്കി ഷേപ്പൊക്കെ അതേ അളവിൽ തന്നെ മതി. ഇത് രണ്ടുമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നെക്കിൽ 1.25 ഇഞ്ച് ഇതിൽ ഒരു പോയിൻറ്റിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമ്മൾ ഒന്ന് എൽ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമ്മളെ കോട്ടിനൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾക്ക് ഈ ഒരു കോളറിൻ്റെ താഴെയായിട്ട് ഒരു കോണ് വരുന്ന ഭാഗം, അത് ഈ വശമാണ് കേട്ടോ. അത് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലത്തെ ആ ഒരു വശം 2 ഇഞ്ച് അതേപോലെ ചെയ്യണം കേട്ടോ. ഒന്ന് കട്ട് ചെയ്തിട്ടോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, രണ്ടും നമ്മൾ ചെയ്തു കേട്ടോ. ബാക്ക് വശം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഷോൾഡർ യോജിപ്പിക്കുക കേട്ടോ. 2 സൈഡ് ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആം ഹോളിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ 1.5 ഇഞ്ചുള്ള ക്രോസ് പീസുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ആം ഹോളിൽ നമ്മൾ അതിൻ്റെ 2 പൈപ്പിംഗ് ചെയ്യാൻ എടുത്തിട്ടില്ല, അതിൻ്റെ 2 വശം കൂടി മടക്കി പിടിച്ചതിന് ശേഷം നമ്മളതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളതിനൊന്ന് മേലടി കൊടുക്കുക കേട്ടോ. നമ്മൾ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിന് മേലടി കൊടുക്കുക. നമ്മൾ സ്പീഡിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് എടുത്ത സ്റ്റിച്ച് ചെയ്യണമൊക്കെയാണ് നമ്മൾ വേഗം 8 മിനിറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അതിന് നമുക്ക് കോളർ അളവ് നോക്കാം. അളവ് നോക്കിയതിന് ശേഷം നമുക്ക് 5.25 കോളറിൻ്റെ പകുതി കേട്ടോ. ആ പകുതിയിൽ നമുക്ക് കോളർ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു 2 മടക്കിൽ തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 5.25 വെച്ചിട്ട് നമ്മളതിനൊന്ന് സമചതുരമല്ല കേട്ടോ, ചതുരത്തിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. 4 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ചതുരമായിട്ട് വരച്ചു കൊടുക്കുക. ചതുരമായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളതിൻ്റെ 1 ഇഞ്ച് ആ ഒരു കോളറിൻ്റെ ആ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് താഴേക്കാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്യുക. തയ്യൽ തുമ്പും ചേർക്കണം കേട്ടോ. തയ്യൽ തുമ്പും ചേർത്തിയപ്പോൾ കണ്ടോ, നമ്മൾ കോളർ ഇങ്ങനെ ഈ രൂപത്തിലായി. അതിന് ശേഷം തയ്ച്ചെടുക്കുക. അതിനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ട് നമ്മളതിനൊന്ന് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒരു ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കാതെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കോളറിൽ നമ്മൾ ഉൾവശത്താണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് മടക്കി അടിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരേ അളവായിരിക്കണം കേട്ടോ. കോളറും നമുക്ക് ആ ഒരു അളവുകൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് തന്നെ കോളർ അടിക്കണം. നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യമില്ല. അത് വെട്ടിയതിന് ശേഷം ആ കോളറൊന്ന് ജസ്റ്റ് വെച്ച് നോക്കുക. അപ്പോൾ കോളറിൻ്റെ ഈ ഒരു പോയിൻറ്റിൽ നമ്മൾ കോണായി വെട്ടിയിട്ടില്ല, ആ പോയിൻറ്റിൽ മുകളിലത്തെ കോളർ ഒന്ന് ആ ഒരു മടക്കിയതിന് ശേഷം ഉള്ളിലേക്ക് ജോയിൻ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ലെവലിൽ എന്താ പറയുക, കയറി ഇറങ്ങിയിട്ടൊന്നും കിടക്കാൻ പാടില്ല, ആ ലെവലിൽ കറക്റ്റ് കിടക്കും കണ്ടോ. എന്നിട്ട് നമ്മൾ 2 അടി കൊടുക്കുക കേട്ടോ. നമ്മൾ വീഡിയോസുകളൊക്കെ നമ്മൾ യൂണിഫോമിൻ്റെ വീഡിയോസുകൾ വേറെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ കോട്ടിൻ്റെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ആദ്യം ഇടുന്നത്. ബാക്കിയുള്ളത് പിന്നീടുന്നതായിരിക്കും. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ബട്ടൻ്റെ വെക്കുന്നില്ല, അവിടെ നമ്മളൊരു 1/4 ഇഞ്ച് വ്യത്യാസത്തിന് നമ്മളതിൻ്റെ ആ ഒരു താഴത്തുനിന്ന് തയ്ച്ച് പോരുക. എന്നിട്ട് കോളറും
അതിൻ്റെ കോളറിനൊന്നും നമ്മൾ മേലടി ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു മേലടി ഇട്ടതിന് തുല്യമാവും. എന്നിട്ട് താഴെ വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഷോൾഡർ പിന്നെ ആം ഹോളിൻ്റെ അവിടെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ലെങ്ത്ത് നമ്മളവിടെ പോയിൻ്റ് ചെയ്യണം. നമ്മൾ ചുരിദാറൊക്കെ അടിക്കണ മാതിരി പോയിൻ്റ് ചെയ്യണം കേട്ടോ. കാരണം എത്രയാണ് 20 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ആ ലെങ്ത്തിൽ നിന്ന് 2.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മളവിടെ ഒരു സൈഡ് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഓപ്പണിൻ്റെ അവിടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു സൈഡ് ഓപ്പൺ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് മടക്കിയിട്ട് നമ്മൾ ചുരിദാറിനൊക്കെ ഓപ്പൺ ചുരിദാറിനൊക്കെ മടക്കി അടിക്കില്ലേ, അതുപോലെ തന്നെ നമ്മളൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ താഴത്തെ അടിയൊന്ന് മടക്കി അടിച്ചാൽ മതി. മടക്കി അടിക്കുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് വ്യത്യാസത്തിനാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് പോക്കറ്റ് തയ്ച്ചു കൊടുക്കാം. പോക്കറ്റ് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് 2 ഇഞ്ച് കൊടുക്കുക. പിന്നെ 4.5 ഇഞ്ച് വ്യത്യാസം നമ്മൾ പോയിൻ്റ് ഇട്ടു. പോയിൻ്റ് ഇട്ടിട്ട് നമ്മൾ 4.5 ഇഞ്ചല്ലേ ഉള്ളത്. അപ്പോൾ 5 ഇഞ്ച് തയ്യൽ തുമ്പടക്കം. അതിന് 2 വശം കൂടി ഇത്തിരി അധികം 1 ഇഞ്ച് അധികം നിൽക്കണം. എന്നിട്ട് ഫ്രണ്ട് വശത്ത്, അതായത് നമ്മൾ കട്ട് ചെയ്ത ഓപ്പൺ കട്ട് ചെയ്തതിൻ്റെ മുകളിലേക്ക് 2 ഇഞ്ച് മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മളത് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഓപ്പൺ ഫ്രണ്ട് വശത്താണ് ചെയ്യേണ്ടത്. അതൊന്ന് നമ്മൾ സൂചി ഒന്ന് ഒരു പിന്ന് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഓപ്പൺ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഉൾവശത്ത് വെച്ചിട്ട് നമ്മളതിൻ്റെ ആ ഒരു കണ്ടില്ല, ആ ഒരു ചതുരമൊക്കെ കിട്ടാനാണ് കേട്ടോ നമ്മളവിടെ ഒരു വി കറക്റ്റായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മറിക്കുമ്പോൾ കറക്റ്റ് പോയിൻറ്റിൽ തന്നെ ചതുരമായിട്ട് കിടക്കും. ആ ഒരു അടിയൊക്കെ ചതുരമായിട്ട് തന്നെ കിടക്കും. കണ്ടോ, അപ്പോൾ നമ്മൾ ആ ഉള്ളിലേക്ക് മറിച്ചപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ യൂണിഫോമിൻ്റെ ചുരിദാറിൻ്റെ തുണി കേട്ടോ, ചുരിദാറിൻ്റെ തുണി ഉള്ളിലൊന്ന് കൊടുക്കത്. അപ്പം നമുക്കത് ഞാൻ അങ്ങോട്ടും കൂടെ നീങ്ങി പോവാതിരിക്കാനും നമ്മളൊരു പിന്നൊക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നു കുത്തിയ പൂവിൽ നമ്മൾ തിരിച്ചിട്ടിടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു തുണിയുടെ പോക്കറ്റിൻ്റെ തുണി മടക്കി വെക്കരുത് കേട്ടോ. നമ്മൾ താഴത്തേക്ക് നൂർത്തി വെച്ച, അതായത് പോക്കറ്റ് ഉള്ളിൽ പോക്കറ്റിൽ കണ്ടില്ലേ, അത് ആ ഭാഗം കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്, നൂർത്തി വെക്കുക. നൂർത്തി വെച്ചിട്ട് പ്ലെയിനായിട്ട് ഈ ഒരു ചതുരത്തിനെ നമ്മളൊന്ന് റൗണ്ട് ചെയ്തടിച്ചാൽ അപ്പോൾ നമുക്ക് ആ ഒരു നീല തുണി അതിൽ കറക്റ്റായി ചേർന്ന് കിടക്കും. എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക, പോക്കറ്റ് അടിക്കാനുള്ള കേട്ടോ. അതിൻ്റെ പോക്കറ്റ് അടിക്കുക 4 വറ 3 വർഷം. ഒരു വശം നമുക്ക് വേണ്ടല്ലോ, മടക്കണ ആ വശം വേണ്ടല്ലോ. അപ്പം ആ 3 വശം ഒന്ന് നമ്മൾ മടക്കി അടിച്ചാൽ മതി. നമ്മൾ ഒരു സ്പീഡിലാവുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ട് എത്തണില്ല, അത് ശ്വാസം മുട്ടണം എനിക്ക്. അപ്പം അവ 3 വശം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ 2-3 പ്രാവശ്യം കട്ട് ചെയ്തിട്ടാണ്. എന്നിട്ട് തന്നെ വോയിസ് അതിൻ്റെ സ്പീഡിൽ നമുക്ക് പറഞ്ഞെത്താത്തതുകൊണ്ടേ. കാരണം എന്താ, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 20 മിനിറ്റൊക്കെ ആവും. അപ്പോൾ അത്രയും ദൂരം ആ സമയം ചിലപ്പോൾ കാണാനൊരു ഇതുണ്ടാവും. അത് കാരണമാണ് ബാക്കിൽ നമ്മൾ പുറകിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ടക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളൂ. ഇതുണ്ടോ, നമ്മളിപ്പോൾ റെഡിയായി ഡ്രസ്സ് നോക്കി നോക്ക്, കോട്ടുള്ള ഡ്രസ്സ് നോക്കി നോക്ക്, കോളറുള്ള ആ ഒരു ഇതൊക്കെ എങ്ങനെയുണ്ട് നോക്കി നോക്ക്. ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിൽ ടക്കൊക്കെ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നമ്മൾ കോട്ട് റെഡി ആയില്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.